ടീച്ചേഴ്സ് അക്കാദമി 2023 കേട്ടറ്റ് കാറ്റഗറി 2 സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യപേപ്പറിലെ ചരിത്ര ഭാഗം, ഹിസ്റ്ററി ടോപ്പിക്സുകൾ അല്ലെങ്കിൽ ഹിസ്റ്ററി ചരിത്ര ഭാഗത്ത് നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ഭാഗത്ത് നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവിന്റെ പേര് എഴുതുക. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. നെയിം ദ ഓതർ ഓഫ് ദ വർക്ക് അർത്ഥശാസ്ത്ര. ഇതിന്റെ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. കൗടില്യ, ഹരിസേന, കാളിദാസ, വിശാഖദത്ത എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് നമ്മൾ പഠിച്ചതാണ്. കൗടില്യൻ അല്ലെങ്കിൽ ചാണക്യൻ അല്ലെങ്കിൽ വിഷ്ണുഗുപ്തൻ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന കൗടില്യനാണ് അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന വർക്ക് എഴുതുന്നത്, അല്ലെ? അർത്ഥശാസ്ത്രം നമുക്കറിയാം ശ്യാമശാസ്ത്രികളാണത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ശ്യാമശാസ്ത്രികളാണത് കണ്ടുപിടിക്കുന്നത്. അർത്ഥശാസ്ത്രം കൗടില്യൻ എഴുതിയിട്ടുള്ള അർത്ഥശാസ്ത്രം. ഈ പുസ്തകത്തിന്റെ അകത്ത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം മൗര്യൻ എംപയറുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെ, ചന്ദ്രഗുപ്ത മൗര്യന് മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് നന്ദന്മാരെ പരാജയപ്പെടുത്തി മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിന് ചന്ദ്രഗുപ്ത മൗര്യനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ആളുകൂടിയായിരുന്നു നമ്മുടെ കൗടില്യൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഒരു അഗാധ പാണ്ഡിത്യമുള്ള, സാൻസ്ക്രിറ്റിലൊക്കെ അഗാധ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഒരു രാഷ്ട്രം ഭരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ, അല്ലെ, 7 ഘടകങ്ങളെ പറ്റിയിട്ട് അതിൽ പറയുന്നുണ്ട്. അതായത് ബേസിക്കലി ഇത് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, മൗര്യ സാമ്രാജ്യത്തിനെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ മൗര്യൻ എംപയറിനെ പറ്റിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സോഴ്സ് കൂടിയാണ്. മൗര്യ സാമ്രാജ്യത്തിനെ പറ്റിയിട്ട് നമുക്ക് കാര്യങ്ങൾ അറിയുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു സോഴ്സ്, ഒരു ഉറവിടം കൂടിയാണ് അർത്ഥശാസ്ത്രം. അതുകൊണ്ട് അർത്ഥശാസ്ത്രത്തിൽ ഒരു രാജ്യം ഭരിക്കുന്നതിന്, ഒരു രാഷ്ട്രം ഭരിക്കുന്നതിന് 7 എലമെന്റ്സ്, 7 ഘടകങ്ങൾ ആവശ്യമാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതിന് നമ്മൾ സപ്താംഗ തിയറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയും, അല്ലെ? സപ്ത എന്ന് പറഞ്ഞാൽ 7 എന്നുള്ളതാണ്. അതായത് സ്വാമി, അമാത്യ, ദുർഗ, കോശ, ദണ്ഡ, മിത്ര എന്നൊക്കെ പറഞ്ഞിട്ട് 7 ഘടകങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഇവിടെ മറ്റു ഓപ്ഷൻസ് കൂടി നമുക്കൊന്ന് നോക്കാം. അതായത് കൗടില്യന്റെ കൂടെ തന്നെ പറയുന്ന ഒന്നാണ് ഹരിസേനൻ, അല്ലെ? മറ്റൊരു ഓപ്ഷൻ ബി ആണ് ഹരിസേനൻ. ഹരിസേനൻ ശരിക്കും നമുക്കറിയാം അലഹാബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ. ഹരിസേനൻ എന്ന് പറയുന്നത് സമുദ്രഗുപ്തന്റെ കോർട്ട് പോയിറ്റ് അല്ലെങ്കിൽ കൊട്ടാരം കവിയായിരുന്നു നമ്മുടെ ഹരിസേനൻ. അപ്പം അവർ വരുന്നത് ഗുപ്ത സാമ്രാജ്യമായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലെ? ഇവിടെ മൗര്യ സാമ്രാജ്യമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ കൗടില്യനെയും അർത്ഥശാസ്ത്രമൊക്കെ പറയുന്നത്. സോ ഹരിസേന എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്? അതായത് ഗുപ്ത സാമ്രാജ്യമായിട്ട് ബന്ധപ്പെട്ടാണ് ഹരിസേനനെ പറയുന്നത്. അലഹാബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ ഒരു യൂളോജിക്കൽ വർക്ക് പോലെ എഴുതിയിട്ടുണ്ടായിരുന്നത് അദ്ദേഹമാണ്, അദ്ദേഹത്തിന്റെ കോർട്ട് പോയിറ്റ് ആയിട്ടുള്ള ഹരിസേന. അപ്പം അവിടെ നമ്മൾ വരിക ഗുപ്ത സാമ്രാജ്യമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇവിടെ ഇതിന്റെ ആൻസർ ഒരിക്കലും ഇത് വരില്ല. മറ്റൊന്ന് കാളിദാസൻ. നമുക്കറിയാം ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട, അല്ലെ, നവരത്നങ്ങളിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു കവിയായിരുന്നു കാളിദാസൻ. അദ്ദേഹത്തിന്റെ വർക്ക്സ് നമുക്കറിയാം, അല്ലെ? മേഘദൂത്, അഭിജ്ഞാന ശാകുന്തളം എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങൾ. അതിൽ അർത്ഥശാസ്ത്രം നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വർക്കാണ് വിശാഖദത്തന്റെ മുദ്രരാക്ഷസം എന്ന് പറയുന്നത്. വിശാഖദത്തൻ എഴുതിയിട്ടുള്ളത്, ഈ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം, വിശാഖദത്തൻ എന്ന് പറയുന്ന ഒരാളാണ്. വിശാഖദത്തൻ എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട വർക്കാണ് മുദ്രരാക്ഷസം. അതിൽ നമ്മൾ ഒരിക്കലും അർത്ഥശാസ്ത്രം പറയില്ല. അർത്ഥശാസ്ത്രം പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് മെറ്റീരിയൽ തന്നെയാണത്. പക്ഷെ അദ്ദേഹത്തിന്റെ വർക്കിന്റെ പേര് മുദ്രരാക്ഷസം എന്നുള്ളതാണ്. അപ്പൊ അതൊന്ന് ഓർത്തു വയ്ക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, which of the following was an urban center in the Harappan civilization എന്നുള്ളതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് ആൻസർ കാണാം, ഉറൂക്ക്, മോഹൻജദാരോ, സുസ. ഇതിന്റെ അകത്ത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അല്ലെ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മൾ ഹാരപ്പൻ സിവിലൈസേഷൻ വിച്ച് ഇസ് ഓൾസോ കോൾഡ്, എന്ത് സിവിലൈസേഷനിലാണ് നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഹാരപ്പൻ സിവിലൈസേഷനിലെ പ്രധാനപ്പെട്ട സെന്റേഴ്സ് ആണ് ഹാരപ്പ, മോഹൻജദാരോ, അല്ലെ? ഹാരപ്പേനെയും മോഹൻജദാരോനെയും നമ്മൾ തിക്കിലി പോപ്പുലേറ്റഡ് സെന്റേഴ്സ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയും. അത്രയും ജനങ്ങൾ തിങ്ങിക്കൂടി താമസിച്ചിരുന്ന അല്ലെങ്കിൽ അത്രയും ആളുകൾ, ഏറ്റവും കൂടുതൽ ആളുകൾ താമസിച്ചിരുന്ന ഹാരപ്പയിലെ സ്ഥലങ്ങൾ കൂടിയായിരുന്നു ഹാരപ്പ, മോഹൻജദാരോ എന്നൊക്കെ പറഞ്ഞ സെന്റേഴ്സ്. ഇത് കൂടാണ്ട് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നമുക്ക് കാണാൻ പറ്റും ഹാരപ്പ, മോഹൻജദാരോ, ലോത്തൾ, കാളിഭംഗൻ എന്നൊക്കെ പറയുന്ന കുറേ സെന്റേഴ്സ്. ഓഫ്കോഴ്സ് ഇതിൽ മോഹൻജദാരോ അല്ലെങ്കിൽ നമ്മൾ മൗണ്ട് ഓഫ് ദ ഡെഡ് എന്ന് വിശേഷിപ്പിക്കുന്ന മോഹൻജദാരോ ആണ് ഹാരപ്പൻ സിവിലൈസേഷനിലെ പ്രധാനപ്പെട്ട ഏർബൻ സെന്റർ എന്ന് പറയുന്നത് മോഹൻജദാരോ ആണ്. ഓക്കെ, ഇനി മറ്റ് ഓപ്ഷൻസ്, ഈ 3 ഓപ്ഷൻസും വരുന്നത് മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷനിലെ സെന്റേഴ്സ് ആണ്, ഓക്കെ, അല്ലെങ്കിൽ സിറ്റീസ് ആണ്. ഊർ എന്നൊക്കെ പറയുന്നത് മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷനിലെ സിറ്റീസിനെയാണ് ഈ 3 വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഏർലി സ്ട്രഗിൾ വിച്ച് വാസ് ഓർഗനൈസ്ഡ് ബൈ ഗാന്ധിജി ഇൻ ഇന്ത്യ.
ഇന്ത്യയിൽ ഗാന്ധിജി ഓർഗനൈസ് ചെയ്തിട്ടുള്ള സ്ട്രഗിൾ അല്ലെങ്കിൽ ഗാന്ധിജി നേതൃത്വം കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട സമരം ആദ്യകാലത്തെ സമരമാണ് അല്ലെ. കാരണം ഇവിടെ ക്ലിയർ ആയിട്ട് കൊടുക്കുന്നുണ്ട് ആദ്യകാല സമരം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഗാന്ധിജി ഏർലി അല്ലെ, ദ ഏർലി സ്ട്രഗിൾ എന്നുള്ളത് വളരെ സ്പെഷ്യലൈസ് ചെയ്ത് തന്നെ അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഗാന്ധിജിയുടെ വരവ് അല്ലെ. ഗാന്ധിജി നമുക്ക് ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ ഗാന്ധിജിയുടെ ഒരു എൻട്രി നമുക്ക് കാണാൻ പറ്റുന്നത് ഗാന്ധിജി ആദ്യമായിട്ട് ബീഹാറിലെ ചമ്പാരനിൽ ഇൻഡിഗോ ഫാമേഴ്സിന്റെ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻഡിഗോ ഫാമേഴ്സ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഗാന്ധിജിനെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട്, ഒരു ദേശീയ നേതാവിനെ അറിയിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ഇൻഡിഗോ ഫാമർ കൂടിയായിട്ടുണ്ടായിരുന്ന രാജ്കുമാർ ശുക്ല എന്ന് പറയുന്ന ഒരാള്, രാജ്കുമാർ ശുക്ല ആരെ വിളിക്കുകയാണ്, ഇൻവൈറ്റ് ചെയ്യാണ്, നമ്മൾ ഗാന്ധിജീനെ ഇൻവൈറ്റ് ചെയ്യാണ്. അങ്ങനെ ഇൻവൈറ്റ് ചെയ്യുകയും അദ്ദേഹം ഇടപെടുകയൊക്കെ ചെയ്തിട്ടുള്ള ബീഹാറിലെ ചമ്പാരൻ സത്യാഗ്രഹമാണ് ദ ഫസ്റ്റ് ഏർലി സ്ട്രഗിൾ ഓർ ദ ഫസ്റ്റ് സ്ട്രഗിൾ വിച്ച് വാസ് ഓർഗനൈസ്ഡ് ബൈ ഗാന്ധി ഇൻ ഇന്ത്യ അല്ലെ. 1917 1970 ഗാന്ധിജി ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നതായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. അതിന്റെ ഡേറ്റ് കൂടി ഒന്ന് ഓർത്തു വെക്കുക. 1917 ചമ്പാരൻ സത്യാഗ്രഹം കിടക്കുന്നത്. പിന്നെ 1990 കാലഘട്ടങ്ങളിലാണ് ഖിലാഫത്ത് മൂവ്മെന്റ്സ് ഒക്കെ വരുന്നത്. അതിനുശേഷമാണ് നമുക്ക് മലബാർ മൂവ്മെന്റ്, മലബാർ റെബല്യനും അങ്ങനെയുള്ള ഇൻസിഡന്റ് 21 കാലഘട്ടങ്ങളിൽ. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് 1920 സമയത്ത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് കാണാം. നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്നോണാണ് 1922 ചൗരി ചൗര മൂവ്മെന്റ് നടക്കുന്നത് അല്ലെ. ചൗരി ചൗര അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് ഗാന്ധിജി ആഹ്വാനം ചെയ്യുന്നത്. ആൻഡ് സുഭാഷ് ചന്ദ്രബോസ് കമന്റഡ് ഇറ്റ് ആസ് എ ഹിമാലയൻ ബ്ലണ്ടർ. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ചൗരി ചൗര സമരത്തിന്റെ അല്ലെങ്കിൽ ചൗരി ചൗര സംഭവത്തിന്റെ ഭാഗമായിട്ട് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നിർത്തിവെച്ചതിനെ സുഭാഷ് ചന്ദ്രബോസ് ഒരു ഹിമാലയൻ ബ്ലണ്ടർ ആണെന്ന് വിശേഷിപ്പിക്കാറുണ്ട് അല്ലെ. അപ്പം ഇത് നടക്കുന്നത് 1920 ആണ്. പിന്നെ ക്വിറ്റ് ഇന്ത്യ ആസ് വി ഓൾറെഡി നോ ദാറ്റ് 1942 ആണ് ക്വിറ്റ് ഇന്ത്യന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. സോ 1970 ചമ്പാരൻ, ഖിലാഫത്ത് ഒരു 1920 കാലഘട്ടങ്ങളിൽ, പിന്നെ ചൗരി ചൗര 22 ക്വിറ്റ് ഇന്ത്യ. ഇത് ഏകദേശം നമുക്കിപ്പോൾ ഗാന്ധിജി ഓർഗനൈസ് ചെയ്ത സ്ട്രഗിൾ അറിയില്ലെങ്കിൽ പോലും ഈ ഒരു കാലഘട്ടത്തിന്റെ ഇയേഴ്സ് തമ്മിൽ നമുക്ക് അറിയെങ്കിൽ ഇതിന്റെ ആൻസർ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സവർണ ജാഥ വിച്ച് വാസ് ഓർഗനൈസ്ഡ് ബൈ ഹൂം അല്ലെ. ആരാണ് സവർണ ജാഥ ഓർഗനൈസ് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? നമുക്കറിയാം വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗം എന്നോണാണ് സവർണ ജാഥ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് വൈക്കം സത്യാഗ്രഹം നടക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം 603 days 603 ദിവസം നീണ്ടു നിൽക്കുന്ന വൈക്കം സത്യാഗ്രഹം 1924 തുടങ്ങുന്നത്. ഈ 24 നടക്കുന്ന വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് മന്നത്ത് പത്മനാഭനാണ് സവർണ ജാഥ നയിക്കുന്നത്. 1924 നവംബർ 1 മുതലാണ് മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിക്കുന്നത്. ഇതിന്റെ മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിക്കുന്നു അല്ലെങ്കിൽ വൈക്കം സത്യാഗ്രഹത്തിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സവർണ ജാഥ ഓർഗനൈസ് ചെയ്തു എന്ന് പറയുമ്പോൾ മറ്റു ഓപ്ഷൻസ് കൂടി നമുക്ക് കാണാം അല്ലെ. ആക്ച്വലി ഇവരൊക്കെ വൈക്കം സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് പറയാം. ഇവിടെ പി കൃഷ്ണപിള്ള, അതായത് ഗുരുവായൂർ സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയിട്ടുള്ള ആദ്യത്തെ അബ്രാഹ്മണനായി നമ്മൾ പി കൃഷ്ണപിള്ളനെ പറയുന്നത്. അപ്പൊ അവിടെ നമുക്ക് വൈക്കത്തിൽ നിന്ന് അദ്ദേഹത്തിന് മാറ്റാം. ഇനി 2 ഓപ്ഷൻസ് ഉള്ളത് കെ കേളപ്പനും അതേപോലെ ടി കെ മാധവനും അല്ലെ. വൈക്കം സത്യാഗ്രഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് തന്നെയായിരുന്നു ഈ പറയുന്ന കെ കേളപ്പനും ടി കെ മാധവനും ഒക്കെ. ഇവിടെ കെ കേളപ്പനാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ ഒരു തുടക്കം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു നേതാവ്, ലീഡർ എന്ന് പറയുന്നത്. ടി കെ മാധവനെ നമ്മൾ പറയുന്നത് ഹൈത്തോച്ചാടന പ്രമേയം, അതായത് 1923 കാക്കിനാടയിൽ വെച്ച് നടന്നിട്ടുള്ള INC കോൺഫറൻസിൽ INC സെഷനിൽ ഒരു ഹൈത്തോച്ചാടന പ്രമേയം പ്രസന്റ് ചെയ്യുന്നത് ടി കെ മാധവനായിരുന്നു. ഓക്കെ, അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ എപ്പോഴും ഇവിടെ ഓർക്കേണ്ടത് എന്നുള്ളത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ബൃഹദീശ്വര ടെമ്പിൾ ഇസ് സിറ്റുവേറ്റഡ് ഇൻ. ബൃഹദീശ്വര ടെമ്പിൾ എവിടെയാണ്? തഞ്ചാവൂരിലാണ് അല്ലെ. മഹാബലിപുരത്തൊക്കെ നമുക്ക് ഒരുപാട് ടെമ്പിൾ കോംപ്ലക്സുകൾ കാണാൻ പറ്റും, പക്ഷെ തഞ്ചാവൂരിലാണ് ബൃഹദീശ്വര ടെമ്പിൾ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഛത്രപതി, ദ ടൈറ്റിൽ ഛത്രപതി ഇസ് അസോസിയേറ്റഡ് വിത്ത് ഹൂം. ആരുമായിട്ട് ബന്ധപ്പെട്ടാണ് ഛത്രപതി എന്ന് പറയുന്ന സ്ഥാനപ്പേര് ആരുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ആ വാക്ക് ശരിക്കും കംപ്ലീറ്റ് അല്ലേ, ഛത്രപതി ശിവജി എന്നുള്ളത് നമ്മൾ പഠിച്ചു വെച്ചതാണ്, ഛത്രപതി ശിവജി. അപ്പം ഛത്രപതി എന്നുള്ള സ്ഥാനപ്പേരുമായിട്ട് ടൈറ്റിലുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നത് ശിവജിയാണ്. ഇനി ഇവിടെ നമുക്ക് മറ്റാളുകളൊക്കെ കാണാൻ പറ്റും.
നോക്കൂ, ഇവരെല്ലാവരും ഓരോരോ ഡൈനാസ്റ്റി ആയിട്ട് ബന്ധപ്പെട്ടെടുക്കാം അല്ലെ. മറാത്ത രാജവംശമായിട്ട് നമുക്ക് പറയുന്നതാണ് നമ്മൾ ഛത്രപതി അല്ലെങ്കിൽ ശിവജീനെ നമ്മൾ ഛത്രപതി എന്നുള്ള പേരിൽ മറാത്ത എംപയറിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവിടെയുള്ള മറ്റു ഓപ്ഷൻസ്, ജഹാംഗീർ മുഗൾ റൂളർ ആയിട്ടുള്ള അല്ലെ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ് ഒക്കെ മുഗൾ റൂളേഴ്സ് ആയിട്ടുള്ള ജഹാംഗീറുമായിട്ട് ഒരിക്കലും ഛത്രപതി എന്നുള്ള പേരല്ല. ജഹാംഗീറിനെയൊക്കെ നമ്മൾ എപ്പോഴും പറയുക ഒരു ചെയിൻ ഓഫ് ജസ്റ്റിസസ് ഒക്കെ നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുക അല്ലെ, ഒരു നീതിച്ചങ്ങലയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജഹാംഗീറുമായിട്ട് കണക്ട് ചെയ്താണ്. പിന്നെ മറ്റൊന്ന് വിജയനഗര റൂളർ അല്ലെങ്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് വിജയനഗര റൂളർ ആയിട്ടുള്ള കൃഷ്ണദേവരായ അല്ലെ. നമ്മൾ കൃഷ്ണദേവരായനെ പറയാം അമുക്തമാല്യത അല്ലെങ്കിൽ ഗാർലാൻഡ് ഓഫ് പേൾസ് എന്നൊക്കെ പറയുന്ന ഫേമസ് ആയിട്ടുള്ള വർക്ക് എഴുതിയ കൃഷ്ണദേവരായരുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഒരു അല്ലെ 5 പ്രധാനപ്പെട്ട ഡൈനാസ്റ്റികൾ ഏതൊക്കെയാണ് വിജയനഗരയിൽ ഉള്ളത് എന്ന് ഓർത്തു വയ്ക്കാം. അതായത് സംഗമ, തുളുവ, സുളുവ, അരവിഡു ഈ ഡൈനാസ്റ്റികൾ ഓർക്കുക. പിന്നെ ഉള്ളത് ബാൽബനെ നമ്മൾ പറയുന്നത് എവിടെയായിരുന്നു? അതായത് മാംലിക് ഡൈനാസ്റ്റി അല്ലെങ്കിൽ സ്ലേവ് ഡൈനാസ്റ്റി എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന, അതായത് അടിമ വംശം, ഡൽഹി സുൽത്താനേറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫേസ്റ്റ് എംപയർ ഡിസ്കസ് ചെയ്യുന്നിടത്താണ് ബാൽബൻ എന്ന് പറയുന്ന പേര് നമ്മൾ കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് സൈനിക സഹായ വ്യവസ്ഥ അല്ലെങ്കിൽ ദ സബ്സിഡറി അലയൻസ് സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഡാഷ്. ആരാണ് സൈനിക സഹായ വ്യവസ്ഥ അല്ലെങ്കിൽ സബ്സിഡറി അലയൻസ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. നോക്കൂ, ഇതിന്റെ ഓപ്ഷൻസ് നമുക്ക് കാണാം. ലോർഡ് ഡൽഹൌസി, ലോർഡ് കേഴ്സൺ, ലോർഡ് മൗണ്ട് ബാറ്റൻ, അതിൽ പിന്നുള്ളത് വെല്ലസ്ലി. ഇതിൽ വെല്ലസ്ലി പ്രഭു അല്ലെങ്കിൽ ലോർഡ് വെല്ലസ്ലി ആണ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ സബ്സിഡറി അലയൻസ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി സബ്സിഡറി അലയൻസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു യുദ്ധം ചെയ്യാതെ തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരെ കൺട്രോൾ ചെയ്യാണ്? ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ, ഇന്ത്യൻ പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. ശരിക്കും അങ്ങനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രിട്ടീഷ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്ട്രാറ്റജി ആയിരുന്നു സബ്സിഡറി അലയൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ വെല്ലസ്ലി പ്രഭുവാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മുടെ സബ്സിഡറി അലയൻസ് സിസ്റ്റം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആദ്യത്തെ നാട്ടുരാജ്യം എന്ന് പറയുന്നത് ഹൈദരാബാദ് അല്ലെ. ഹൈദരാബാദിലെ നൈസാം ആയിരുന്നു രാജാവ്. ഇനി ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ഡൽഹൌസി പ്രഭു. ഡൽഹൌസിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നതാണ് സബ്സിഡറി അലയൻസ് സിസ്റ്റം പോലെ തന്നെ പറയുന്ന ഒന്നാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് അല്ലെ. അതായത് ദത്തവകാശ നിരോധന നിയമം എന്ന് പറയുന്നത് നമുക്കറിയാൻ പറ്റും. നമ്മൾ റാണി ലക്ഷ്മിബായി ഒക്കെ ആക്ച്വലി ഡോക്ട്രിൻ ഓഫ് ലാപ്സിനെതിരെ വളരെയധികം പോരാടിയിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇതേപോലെ സത്താറ, ഝാൻസി, പിന്നെ ഇങ്ങനത്തെ കുറേ സ്റ്റേറ്റ്സ് ഒക്കെ ആര് കോൺട്രി ചെയ്തിട്ടുണ്ട്? നമ്മളെ ഡൽഹൌസി പ്രഭുവിന്റെ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് പ്രകാരം കോൺട്രി ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. അത് നമ്മൾ നോക്കുക. പിന്നെ കേഴ്സണിൽ നമ്മൾ ആദ്യം ഓർക്കുന്നത് എപ്പോഴും നമ്മൾ പറയാറ് ലോർഡ് കേഴ്സൺ 1905 ലോർഡ് കേഴ്സൺ ആണ് ബംഗാൾ പാർട്ടീഷൻ പ്രൊക്ലൈം ചെയ്യുന്നത് അല്ലെങ്കിൽ നടത്തുന്നത്. അത് അന്യൂൾ ചെയ്യുന്നത് ലോർഡ് ഹാഡിൻസ് 1911 ഹാഡിൻസ് ആണ് അത് അന്യൂൾ ചെയ്യുന്നത്. അത് കണക്ട് ചെയ്ത് ഓർത്തു വെക്കുക. പിന്നെ നമ്മൾ പറയുന്നത് ദ ബാറ്റിൽ ഓഫ് കുളച്ചൽ വാസ് ഹെൽഡ് ഇൻ. എവിടെയാണ് കുളച്ചൽ യുദ്ധം നടന്നിട്ടുള്ളത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിൽ കുളച്ചൽ എന്ന് പറയുന്നത് നമുക്കറിയാം 1741 അല്ലെ, 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? അതായത് കുളച്ചൽ യുദ്ധത്തിന്റെ ഇമ്പോർട്ടൻസ് തന്നെ ഇതാണ്. ഒരു ഇന്ത്യൻ നാട്ടുരാജ്യം ഒരു ഫോറിൻ, അതായത് ഒരു യൂറോപ്യൻ കമ്പനി അല്ലെങ്കിൽ ഒരു പുറത്തുനിന്നുള്ള യൂറോപ്യൻസ് ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ നാട്ടുരാജ്യത്തിന് മുന്നിൽ തോറ്റു കൊടുക്കപ്പെട്ട ഒരു യുദ്ധമായിരുന്നു അല്ലെ. അവർ പരാജയപ്പെട്ട ഒരു യുദ്ധമായിരുന്നു നമ്മളെ ബാറ്റിൽ ഓഫ് കുളച്ചൽ എന്ന് പറയുന്നത്. 1741 അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹം തിരുവിതാംകൂർ റൂളർ, ഓപ്പോസിറ്റിൽ ഉണ്ടായിരുന്നത് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ക്യാപ്റ്റൻ ഡിലനോയ്. ആ യുദ്ധത്തിൽ ആര് പരാജയപ്പെടുകയാണ്? ക്യാപ്റ്റൻ ഡിലനോയ് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായിരുന്നു അതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം അതായത് ഒരു ട്രീറ്റിയിൽ അല്ലെ, ട്രീറ്റി ഓഫ് മാവേലിക്കരയിൽ ഇവർ സൈൻ ചെയ്യാണ്. അങ്ങനെയാണ് ഈ യുദ്ധം അവസാനിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് കുറച്ച് മറ്റ് ഓപ്ഷൻസ് കാണാം. 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെ, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് 1498, അതായത് നമുക്കറിയാം വാസ്കോഡ ഗാമ കാപ്പാട് റീച്ച് ചെയ്യുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. 1498 മെയ് 2021 സമയത്തായിരുന്നു. പിന്നെ 1757, അതായത് പ്ലാസി യുദ്ധം അല്ലെ. 64 ബക്സാറും 1757 പ്ലാസി യുദ്ധവും, അതൊന്നും ഓർക്കുക. പിന്നെ നമ്മൾ പറയുന്നത് ഹൂ ഇൻവെന്റഡ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ആരാണ് എന്നുള്ളത്. അതായത് ഇംഗ്ലണ്ടിലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷനായിട്ട് ബന്ധപ്പെട്ട് ഈ ഭാഗത്ത് നിന്ന് എപ്പോഴും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടറ്റ് കാറ്റഗറിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നിന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ഓർത്തു വെക്കുക. സ്പിന്നിങ് ജെന്നി കണ്ടുപിടിക്കുന്നത് ജെയിംസ് ഹർഗ്രീവ്സ് ആണ്. ഓക്കെ,
ജോൺ കേയുടെ ആയിരുന്നു ഫ്ലൈയിങ് ഷട്ടിൽ എന്ന് പറയുന്നത്. പിന്നെ ജെയിംസ് വാട്ടന്റെ നമുക്കറിയാൻ പറ്റും ആവിയന്ത്രം. പിന്നെ ജോഹന്നസ് ഗുട്ടൻബർഗ് ആണ് പ്രിന്റിംഗ് പ്രസിന്റെ ഒക്കെ കണ്ടുപിടുത്തം ജർമ്മനിയിൽ വരുന്നത് ഗുട്ടൻബർഗിന്റെ കാലഘട്ടത്തിലാണ്. ഓക്കെ, നെക്സ്റ്റ് അശോക ബിലോങ്സ് ടു ദ ഡൈനാസ്റ്റി ഓഫ്, ഇത് അശോകനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഭാഗത്ത് നിന്ന് എപ്പോഴും മൗര്യൻ ഡൈനാസ്റ്റിയിൽ അശോകനുമായിട്ട്, മൗര്യൻ എംപയറിൽ അശോകനുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് എപ്പോഴും സാധാരണ ചോദ്യങ്ങൾ വരാറുള്ളത്. അശോകൻ ബിലോങ് ചെയ്തിരിക്കുന്നത് ഏത് ഡൈനാസ്റ്റിയിലാണ്? യെസ്, മൗര്യന്മാരാണ് അല്ലെ, മൗര്യാസ് ആണ്. നമുക്കറിയാം ചന്ദ്രഗുപ്ത മൗര്യ, അശോക, പിന്നെ അതേപോലെ ചന്ദ്രഗുപ്ത സെക്കൻഡ്, അങ്ങനെ കുറെ റൂളേഴ്സിനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതേസമയം അവിടെ കൂടെ ഉള്ളത് ഷാഗാസ്, പിന്നെ ഗുപ്താസ്, ചോളന്മാര്, ഇവരിലൊന്നും അല്ല അശോകൻ അല്ലെ. നമുക്കറിയാം 14 മേജർ റോക്കി ഇഡിക്സുകൾ, അതേപോലെ മൈനർ റോക്കി ഇഡിക്സ്, ഇങ്ങനത്തെ കുറച്ച് റോക്കി ഇഡിക്സുകൾ ആണ് അശോകന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അതേപോലെ അദ്ദേഹം അല്ലെ ആഫ്റ്റർ ദ ബാറ്റിൽ ഓഫ് കലിംഗ BC 261 കലിംഗ യുദ്ധത്തിന് ശേഷം അദ്ദേഹം ശരിക്കും എന്ത് ചെയ്യാണ്, കൺവേർട്ടഡ് ടു ബുദ്ധിസം സ്വീകരിക്കുകയാണ്. ആൻഡ് ബുദ്ധിസം സ്വീകരിക്കുകയും ഹി ബിലീവ്ഡ് ഇൻ ദ എന്താണ് ധമ്മ എന്നുള്ള ഒരു ഐഡിയയിൽ ശരിക്കും അദ്ദേഹം വിശ്വസിക്കുകയാണ്. വിച്ച് വി ക്യാൻ സീ ഇൻ ദ അപ്പോയിന്റ്മെന്റ്. ആരുടെ? ധർമ്മ മഹാമാത്രാസിനെ ഇവർ അദ്ദേഹം അപ്പോയിന്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അതായത് അദ്ദേഹത്തിന്റെ റോക്കി ഡിക്റ്റ്, മേജർ റോക്കി ഡിക്റ്റ് 5 പറയുന്നുണ്ട് അപ്പോയിന്റ്മെന്റ് ഓഫ് ധമ്മ മഹാമാത്രാസിനെ ഒക്കെ പറ്റി പറയുന്നുണ്ട്. അതൊക്കെ എന്തിനാണ്? ബുദ്ധിസം പ്രൊപ്പഗേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ധമ്മ പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്നുള്ളൊരു ആശയത്തിന്റെ പുറത്താണ്. ഓക്കെ, ആക്ച്വലി ഇറ്റ് ഇസ് നോട്ട് എ റിലീജിയൻ, ഇറ്റ്സ് എൻ എത്തിക്കൽ കോഡ്. ധമ്മ എന്ന് പറയുന്നത് ഒരു മതമൊന്നുമല്ല അദ്ദേഹം പറയുന്നത്, ഒരു കൈൻഡ് ഓഫ് ഒരു എത്തിക്കൽ കോഡ് തന്നെയാണ്. ഓക്കെ, അപ്പം അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ അശോക എന്ന് പറയുന്ന റൂളിൽ പറയാനുള്ളത്. നെക്സ്റ്റ്, ദ പാദുവ യൂണിവേഴ്സിറ്റി ഈ സിറ്റുവേറ്റഡ് ഇൻ, എവിടെയാണ് പാദുവ യൂണിവേഴ്സിറ്റി? ഇവിടെ നോർമലി വരുന്ന ക്വസ്റ്റ്യൻസ്, കൊർഡോവ യൂണിവേഴ്സിറ്റി എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്, പാദുവ യൂണിവേഴ്സിറ്റി എവിടെയാണ്? കൊർഡോവ യൂണിവേഴ്സിറ്റി സ്പെയിനും, പാദുവ യൂണിവേഴ്സിറ്റി ഇറ്റലിയും. ലാസ്റ്റ് ക്ലാസ്സിലും അല്ലെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലും നമ്മൾ ഇത് പറഞ്ഞതാണ്, ഇറ്റലിയിലാണ് പാദുവ യൂണിവേഴ്സിറ്റി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതേപോലെ കേംബ്രിഡ്ജ് ഇംഗ്ലണ്ട് അല്ലെ. പിന്നെ ദ ഡ്രെയിൻ തിയറി ഈസ് അസോസിയേറ്റഡ് വിത്ത്, സാധാരണ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോർച്ചാ സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇവരൊക്കെ തന്നെ INC ആയിട്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നതാണ് അല്ലെ. 1885 AO ഹ്യൂം, അലൻ ഒക്ടാവിയൻ ഹ്യൂം ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്യുന്നത്. ദാദാബായ് നവറോജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള വാക്ക്, ആദ്യം അതിന്റെ പേര് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നായിരുന്നു. യൂണിയന് പകരം കോൺഗ്രസ് എന്ന് റിപ്ലൈസ് ചെയ്യുന്നത് ശരിക്കും ദാദാബായ് നവറോജിയാണ്, അല്ലെങ്കിൽ നവറോജിയാണ്. ഇനി ഇവിടെ പറയുന്ന കുറച്ച് ആളുകളുണ്ട്, നോക്കൂ, ഇതേ നവറോജിയായിട്ട് കണക്ട് ചെയ്ത് പറയുന്ന ഒരു തിയറിയാണ് ഡ്രെയിൻ തിയറി. അതായത് ഇന്ത്യയുടെ പ്രോപ്പർട്ടി മുഴുവൻ ബ്രിട്ടീഷുകാർ ലൂട്ട് ചെയ്യാണ്, പ്ലണ്ടർ ചെയ്യാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ സമ്പത്ത് മുഴുവൻ ബ്രിട്ടീഷുകാർ ഊറ്റിക്കൊണ്ടു പോവാണ് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം ദാദാബായ് നവറോജിയാണ് ആക്ച്വലി പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്. ആൻഡ് ആ തിയറിന് പറയുന്ന പേരാണ് ഡ്രെയിൻ തിയറി എന്ന് പറയുന്നത്. ഇനി ഈ ഡ്രെയിൻ തിയറിനെ തന്നെയാണ് ഈ RC ദത്തൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ അകത്തൊക്കെ നമ്മൾ RC ദത്ത് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇന്ത്യക്കാര് ഒരു രീതിയിൽ ബ്രിട്ടീഷുകാരെ ഇന്ത്യൻസിനെ ഒരു രീതിയിൽ ലൂട്ട് ചെയ്യാണ് എന്നുള്ളൊരു ടൈപ്പ് തിയറി തന്നെയാണ് അയാൾ പറയുന്നത്. ബട്ട് ഡ്രെയിൻ തിയറി ആദ്യമായിട്ട് പ്രസന്റ് ചെയ്യുന്നത് ദാദാബായ് നവറോജിയാണ്. ദാദാബായ് നവറോജിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫേമസ് ആയിട്ടുള്ള വർക്ക് ഉണ്ട്, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം ദാദാബായ് നവറോജിയുടെ ഡ്രെയിൻ തിയറിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നതാണ്. ഇനി നോക്കൂ, WC ബാനർജിനെ നമുക്ക് കാണുന്നുണ്ട് അല്ലെ. അതായത് INCന്റെ ബോംബെയിൽ നടന്ന ആദ്യത്തെ സെഷനിൽ 72 ഡെലിഗേറ്റ്സ് പങ്കെടുത്ത ആദ്യത്തെ സെഷനിൽ, അതായത് ഗോകുൽദാസ് തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജിൽ വെച്ച് നടന്ന സെഷൻ ഹെൽഡ് ചെയ്തതിൽ അത് പ്രിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് WC ബാനർജിയാണ്. അതായത് ആദ്യത്തെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് WC ബാനർജിയാണ്. ഓക്കെ, ഇത്രയും വരെയാണ് നമ്മൾ ഈ ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കുന്നത്. അതായത് നമ്മൾ ഈ ഹിസ്റ്ററി പോർഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പം ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, ഈ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അല്ലെ, അതായത് നമ്മൾ കുറച്ച് ടോപ്പിക്സ് നോക്കി വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻ കണ്ടിന്യൂസ്ലി ചോദിക്കുന്ന ചില ഏരിയകളുണ്ട്. ഫോർ എക്സാമ്പിൾ റിനൈസൻസ് പോർഷൻ, അതേപോലെ മൗര്യൻ എംപയർ, അതേപോലെ ഹാരപ്പൻ സിവിലൈസേഷൻ, അങ്ങനെ വളരെ ഫോക്കസ് ചെയ്ത് ചോദിക്കുന്ന കുറെ പോർഷൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, താങ്ക് യു.